നമസ്കാരം. ജ്യോതിഷതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ പൊതുവെ ചില മാസങ്ങൾ അത് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് കർക്കിടകം. പണ്ടൊക്കെ ഒരുപാട് കാലവർഷങ്ങളും ക്ഷാമമാസവും ഒക്കെ ആയതുകൊണ്ടാണോ അത്തരത്തിൽ കർക്കിടക മാസത്തേക്ക്? അതെ, അതായത് കർക്കിടക മാസം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പഞ്ചമായിരുന്നു. അത് മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളും പഞ്ചമാസമായിരുന്നു. കഴിഞ്ഞ പഞ്ചമാസത്തിന് പറയുമ്പോഴത്തേക്ക് വരുമാനങ്ങളില്ലായിരുന്ന കാലം അന്ന്. അന്നത്തെ ഭാഗത്തെ കൊണ്ടിട്ടാണ് അവർ അത് എഴുതി വെച്ചിരുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നങ്ങനെ ആരും എടുക്കാറുമില്ല. പിന്നെ എല്ലാ കാര്യത്തിനും എല്ലാ മാസവും കൊള്ളത്തില്ലെന്ന് വിധിയില്ല. ചില മാസങ്ങളിൽ ചില കാര്യങ്ങൾക്ക് കൊള്ളത്തില്ല. അപ്പോൾ ഈ കുംഭമാസം നല്ല കാര്യങ്ങൾക്ക് മറ്റ് ഇപ്പോൾ വീട് പണി ഇപ്പോൾ എല്ലാം കല്യാണം വരെ എല്ലാ മാസവും നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അത് നമ്മൾ അനുഭവിക്കുന്നത് ചോദിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം വിവാഹത്തിന് ജനനമാസം വിവാഹത്തിന് നല്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ പെൺകുട്ടികളുടെ കാര്യത്തിൽ ജന്മദിനം അന്ന് കല്യാണം നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ. ജന്മദിനത്തിന് അങ്ങനെ ആരും വിവാഹം നടത്താറില്ല. പുരുഷന്മാരുടെ കാര്യത്തിലുണ്ട്, അതല്ല. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അവരുടെ ജന്മദിനത്തിൽ വിവാഹം നടത്തുന്നത് എനിക്കറിയില്ല. റെയറായിട്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളുണ്ടാവും, ഇല്ലാതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ജ്യോതിഷപരമായിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഒരു വ്യക്തി ഒരു ആണായിരുന്നു ശരി പെണ്ണായിരുന്നു, അവർ ജനിച്ച മാസം കല്യാണം നടത്തിക്കൂടാ, അശുഭകരമല്ല. ഒരു കാര്യത്തിന് അവരുടെ ജന്മനക്ഷത്രമോ അനുജന്മ നക്ഷത്രമോ നല്ല കാര്യങ്ങളൊക്കെ എടുത്തുകൂടാ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിധി പറയുന്നത്. അപ്പോൾ വിധി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലാത്തവരുണ്ട്, എടുക്കുന്നവരുണ്ട്. ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ ഒക്കില്ല. അങ്ങനെ എടുക്കാറേ ഇല്ലാന്നൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. കാര്യം പലരും പല രീതിയിലാണ്. അല്ല, ഇത് കേട്ടിട്ടുണ്ട്, ഈ പുരുഷന്റെ പാടില്ല എന്നൊരുണ്ട്. ഒരു ജന്മമാസം കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. സമയക്കുറവ് കൊണ്ട് ഗൾഫിൽ നിന്നൊക്കെ വന്ന് പെട്ടെന്ന് കല്യാണം നടത്തി പോയിട്ടുള്ള പലർക്കും ആ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുള്ളതും തകർന്ന പോലെ ഇരിക്കുന്നതും പലരെ എനിക്കറിയാം. പലരുടെ ജീവിതത്തിലും എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ആ അവരുടെ ജന്മ സമയത്ത് പിന്നെ പൊരുത്തമില്ലായ്മ. ഇപ്പോൾ പല നക്ഷത്രങ്ങളും തങ്ങളിൽ ഇപ്പോൾ വിവാഹം കഴിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, പൊരുത്തമില്ലേ, അത് കുഴപ്പമില്ല, ജീവിക്കാൻ പോകുമെന്ന് പറഞ്ഞ പലർക്കും ആ സമയമായപ്പോഴത്തേക്ക് ആ ഈ വെച്ച രീതി വെറുതെ വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. പലരെ അറിഞ്ഞൂടെ, പൊരുത്തമില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 3, 5, 7 വർജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ആ കുഴപ്പമില്ല എന്നൊരു പദയം തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് തന്നെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആദ്യത്തെ ഒരു 3 മാസം മുതൽ 3 വർഷം വരെയാണ് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതല്ല അവരുടെ വീട്ടുകാർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ പിന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും വരാനും തയ്യാറല്ല. വിവാഹം കഴിക്കാനും വിട്ടുവീഴ്ച ചെയ്യും. 3 വർഷം വരെയും ഏകദേശം വിട്ടുവീഴ്ച ചെയ്യും. 3 വർഷം കഴിഞ്ഞാൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ വളരെ കുറവാണ്. പിന്നെ അവരവരുടെ ഇഷ്ടമാണ് ജീവിതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട് അത്രേ, ഈ 7ാം വർഷം ഒരു ചോദിച്ചിട്ടുണ്ടാവുമെന്ന് പൊതുവെ ഒരു ധാരണ. അത് 7ാം വർഷം എന്ന് പറയുന്ന ഭാഗത്തെ കൊണ്ട് അല്ല, ചൊറിച്ചിലുണ്ടായാലും ഇല്ലെങ്കിലും നല്ലതിന് വേണ്ടിയാലും ചള്ളിന് വേണ്ടിയാലും തുടക്കം 3ാം വർഷം കുറിക്കും. 3ാം വർഷമാണ്, 7ാം വർഷമല്ല. 3 മാസം മുതൽ 3 വർഷം വരെ. അപ്പോൾ അതിന്റെ മൂർധന്യതയായിരിക്കും ഈ 7ാം വർഷം വരുമ്പോഴത്തേക്ക്. 3ാം മാസം തുടങ്ങിയാലേ 7ാം വർഷം. 3ാം വർഷത്തിന്റെ കണക്ക് എങ്ങനെയാണ്? 3 എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ഏതൊരെണ്ണം ചെയ്യുന്നതിനും അത് കാലാവധി 3 വർഷമായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇപ്പോൾ ഒരു വീട് വെച്ച് താമസിക്കുക, ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു വീട് വെച്ച് പാല് കാച്ചി ആദ്യത്തെ 3 വർഷം എങ്ങനെയാണോ നമുക്ക് അവിടെ നിന്നുണ്ടാകുന്ന അനുഭവം, ആ അനുഭവം നല്ലതാണെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും, മോശമാണെങ്കിൽ ആ മോശസ്ഥിതിയും തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അത് പിന്നെ തുറന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് 3, 4, 5 കാരണങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന് വീടിൻ്റെ രീതി, അതിൻ്റെ വാസ്തു, അതുപോലെ തന്നെ ഈ എല്ലാവരുടെ വീടിൻ്റെ പ്ലാനും കയ്യിലുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൈരേഖയിലുള്ളൊരു വീട് നമ്മൾ കറക്റ്റ് വാസ്തു അനുസരിച്ച് ചെയ്താൽ നമുക്കിപ്പോഴും അനുകൂലമായൊരു സാഹചര്യങ്ങൾ വന്നു ചേരും. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എടുക്കുന്ന പരമാവധി കാലാവധി 3 വർഷം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ കൂട്ടിയിട്ടുള്ളത്. പിന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ചിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ശാസ്ത്രങ്ങൾ ഒരു വ്യക്തിയുടെയും സ്വന്തമായൊരു അനുഭവമല്ല, പലര് ചേരുമ്പോഴുണ്ടാകുന്നതാണ് ഒരു ശാസ്ത്രം. പലരുടെ അനുഭവങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഗ്രന്ഥമാവുന്നത്. ആ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ, ഏതെങ്കിലും സ്ഥാപനത്തിൽ, ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വിദ്യാഭ്യാസം. ഇതാണ് എൻ്റെ വിശ്വാസം. കാര്യം ശാസ്ത്രങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങൾ തെളിയിക്കപ്പെടുമ്പോഴാണ് സയൻസ് ആവുന്നത്. ആ സയൻസ് എല്ലാം ഉണ്ടായിട്ടുള്ള അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥാപനത്തിന്റെ കാര്യമാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് ഈ ദോഷഫലങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്തുകൊണ്ട് ദോഷം പറ്റി, എന്താണ് ആ ദോഷം എന്ന്
കണ്ടുപിടിക്കുക. അസുഖം കണ്ടുപിടിക്കുന്നതാണ് ഇതും. എന്താണ് ആ ദോഷം, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതിന് മാറ്റം എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിച്ച് ചെയ്യണം. അത്രയേ ഉള്ളൂ. നമുക്ക് ഒരു വ്യക്തിക്കും ഓരോ രീതിയിലും അല്ലെങ്കിൽ ഒരു രീതിയിലും അല്ല ഇത് സംഭവിക്കും. പലർക്കും പല രീതിയിലാണ്, പലതിനും പല രീതിയാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാറ്റം കണ്ടെത്തും, മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ അതിനെപ്പറ്റി ഏറ്റവും നല്ല മുഹൂർത്തം, അത് നീണ്ടകാലം നിൽക്കും എന്ന് പറഞ്ഞൊരു മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അങ്ങനെ അഭിജിത്ത് മുഹൂർത്തം, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു പകലിൻ്റെ നേർമധ്യഭാഗം അരമണിക്കൂർ കിട്ടുന്നതാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് 1 മണിക്കൂർ വരെ ഉണ്ട്, അതിൻ്റെ നേർമധ്യം അതാണ് അരമണിക്കൂർ. അപ്പോൾ ആ സമയം എല്ലാത്തിനും നല്ലതെന്ന് പറഞ്ഞാൽ മറ്റ് ദോഷങ്ങൾ ഉള്ള സമയത്തല്ലെങ്കിൽ ഇത് എന്തിനും നല്ലതെന്നാണ് പറയുന്നത് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മറ്റ് പുറത്തൊന്നും കിട്ടിയില്ല, മറ്റ് ദോഷങ്ങളാണ് എല്ലാം കിട്ടിയത്. അപ്പോൾ അവർ കണ്ടെത്തുന്ന ഏറ്റവും എളുപ്പ വഴി അഭിജിത്ത് മുഹൂർത്തമാണ്. പക്ഷേ എങ്കിൽ തന്നെയും മറ്റേതിൻ്റെ ദോഷമായി തന്നെ കിടക്കും. അങ്ങനെയാണ് പ്രധാനം. കാര്യം സൂര്യൻ നട്ടുച്ചത്ത് നേരെ ഉച്ചത്തിരിക്കുമ്പോൾ ഷെയ്ഡില്ല, മറ്റ് ചരിഞ്ഞിരിക്കുമ്പോഴെല്ലാം അതിന് പ്രകാശം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഷാഡോസ് ഉണ്ടല്ലോ, നിഴലുണ്ട്. പക്ഷേ നേർമധ്യത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നിഴലുണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് നിഴലില്ലാത്ത ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രമാണം. പക്ഷേ ഇങ്ങനെയല്ല എഴുതി വെച്ചേക്കുന്നത്. അഭിജിത്ത് മുഹൂർത്തം എല്ലാത്തിനും നല്ലതാണ് എന്നതാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇതിന് കാരണം ഇതാണ്, നേർമധ്യത്തിൽ, അതായത് ഒരു പകലിൻ്റെ നേർമധ്യമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ മൊത്തം കിട്ടുന്ന 1 മണിക്കൂർ, അതിന് നേർമധ്യമാണ് അരമണിക്കൂർ. അപ്പോൾ ഈ സമയം നിഴലില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ആ നിഴലില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നാലും മറയില്ല, നിഴലില്ല, തെളിഞ്ഞിരിക്കുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് വലിയ ദോഷമില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ അത് എല്ലാത്തിനും നമുക്ക് ഏത് സമയവും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അതെ, അതിലെടുക്കാൻ പറ്റും, എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. മറ്റു ദിവസമൊന്നും കിട്ടിയില്ല, പ്രമാണമൊന്നും കിട്ടിയില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടെത്തുന്ന, എല്ലാ ജ്യോതിഷികളും കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴി അഭിജിത്ത് മുഹൂർത്തം. പക്ഷെ പൊതുവേ ഇതിനെക്കുറിച്ച് അങ്ങനെ ജനങ്ങൾക്ക് ധാരണയില്ലാത്തൊരു ഉണ്ട്, ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ ജ്യോതിഷികൾക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് അവർ ആ സമയം കുറച്ച് കൊടുക്കും, ഗണിച്ച് ഹരിച്ച് കുറിച്ചാണെന്ന് കൊണ്ടുവരുന്നവരും കേൾക്കുന്നവരും കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ ഇതുകൊണ്ടാണ് അതിന് കാരണം. അഭിജിത്ത് മുഹൂർത്തം അങ്ങനെയാണ്. ഇതിന് പല കഥകളും ഉണ്ട്, പക്ഷെ കഥയും ജ്യോതിഷമായിട്ടൊന്നും ഒരടുപ്പം കിട്ടില്ല. അല്ല, മറ്റൊരു കഥ പറയാനില്ല. ഇത് തന്നെയാണ് എൻ്റെ കഥ. എൻ്റെ യഥാർത്ഥ കഥ ഇത് തന്നെയാണ്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന സമയം ഇതാണ്. ആ സമയത്ത് ചെയ്യുന്നത് നല്ലതാണെന്നൊരു വിധി. അത് തന്നെയാണ് എൻ്റെ കഥ. ഒരു മുഹൂർത്തത്തിൽ എന്തെങ്കിലും തുടങ്ങി ഇപ്പൊ നല്ല നിലയിലിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം പറയാൻ പലരെയും എനിക്ക് നോക്കി കണ്ട് പഠിച്ചതില്ല. അപ്പൊ പഠിക്കാത്തത് കൊണ്ട് ഞാൻ പഠിച്ചത് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പഠിച്ചതായിട്ട് എനിക്ക് പറയാനില്ല. പക്ഷേ രാഹുലൊരു ബിസിനസ് തുടങ്ങി പൊളിഞ്ഞവർ എനിക്കറിയാം. അതിൻ്റെ ഉദ്ഘാടകൻ എന്ന് പറയുന്ന ബാങ്ക് ലോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനം എത്താൻ വൈകിയത് കൊണ്ടിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയാതെ പോയ ഒറ്റ കാലത്തെ കൊണ്ട് രാഹുൽ ദിശയിൽ തുടങ്ങിയ ഒരു ബിസിനസ് മുഹൂർത്തം മാറിപ്പോയി. രാഹുലിൽ അത് ചെയ്യേണ്ടി വന്ന ബിസിനസ് പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അനുഭവസ്ഥൻ. എനിക്ക് നല്ലൊരു ബേക്കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് അറിയാം, നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിസിനസ്സിനും യാത്രയ്ക്കും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പഠനം എന്ന പോലെ ആ രാഹുൽ സമയം കഴിഞ്ഞു. ആ രാഹുൽ സമയത്താണ് തുടങ്ങിയപ്പോൾ ആ രാഹുൽ സമയത്താണ് ഉദ്ഘാടനം നടത്തേണ്ടി വന്നത്. അതിൽ നല്ലവണ്ണം പൊളിച്ചത് എനിക്ക് നല്ല അനുഭവമാണ്. തീർച്ചയായിട്ടും അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ജ്യോതിഷം അനുഭവങ്ങളിൽ നിന്നാണ്. എന്നോട് വരുന്ന ആൾക്കാർക്കും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള ജ്യോതിഷമാണ് ഞാൻ ചെയ്യുന്നത് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ മെഡിസൈക്കോ ആസ്ട്രോഫോമസ് എന്ന കോഴ്സ് റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ കോഴ്സില്ല. ഞാൻ കണ്ടെത്തിയതെല്ലാം കൂടെ കൂട്ടി ഇണക്കിയെടുത്തതാണ് ഈ 14 ശാസ്ത്രങ്ങൾ. അപ്പോൾ ആ ശാസ്ത്രങ്ങളിലെ കൂടെ എനിക്ക് മറ്റുള്ളവരെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്നതിൽ തന്നെ നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. എനിക്കറിയുന്നില്ല, ഞാൻ പറഞ്ഞു തരും. അറിയാത്തതിനെ കുറിച്ച് പറയില്ല, അറിയാമെന്ന് പറയും. ഇപ്പം നമ്മളൊരു വളരെ തിരക്കുള്ളൊരു ജ്യോതിഷിയെ സമീപിക്കുന്നു. ഇങ്ങനെ ഒരു തിരക്കുള്ളൊരു ജ്യോതിഷിയെ സമീപിക്കുന്നു. അപ്പം അദ്ദേഹം വളരെ തിരക്കിട്ട് ഒരുപാട് പേരെ നോക്കിയതിന് ശേഷം ഒരു പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയം അദ്ദേഹം ഒരു മൂഡ് ഔട്ടായിരിക്കാം. ആ സമയത്ത് നമ്മൾ ജാതകങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ സമയം മോശമാണെന്ന് പറഞ്ഞ് പലപ്പോഴും അത് മാറ്റിവെക്കുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഈ വരുന്ന വ്യക്തിയെ മാനസികമായി തളർത്തില്ലേ? ആ തളർത്തും എന്നുള്ളതിന് ഭാഗത്ത് അത് മറ്റൊരു ഭാഗം. പക്ഷേ ചിലരത് ഉപയോഗിക്കാറുണ്ട്. അത് ജ്യോതിഷപരമായി ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറഞ്ഞുകൂടാ. കാര്യം പലരും പല രീതിയിൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. ജാതകം എഴുതാത്തവരുണ്ട്. മരിക്കുമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാതകം എഴുതാം. ആ മരിക്കും എന്നുള്ള ഭാഗം എഴുതണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ചിലരങ്ങനെ പറയാറുണ്ട്. സമയം അവർക്ക് അറിയാം. എത്ര വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രക്ഷപ്പെടുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാൻ എഴുതാമല്ലോ. അതുപോലെ കുറച്ച് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അവർ പറയാറ്. കാരണം നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കുകയാണ്, ഒരു ആശുപത്രിയിൽ വരുന്ന രോഗിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ
കുംഭം 11 വരെ ദോഷമാണ്. അത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഒരു 3 മാസം സമയം നമുക്ക് കിട്ടിയെന്ന് വരും. ആ രീതിയിലായിരിക്കും മിക്കവാറും അവർ അത് ദശാസന്ധിയുടെ സഞ്ചാരങ്ങളെ കൊണ്ടും പറയാൻ പറ്റും. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ദശാസന്ധിയുടെ ഭാഗങ്ങളോ കണ്ടശനിയുടെ ശനിയുടെ ഭാഗങ്ങളോ അല്ല അതിൻ്റെ അപകാരങ്ങളോ ഒക്കെ നിൽക്കുന്ന ദശാസന്ധികളെ കൊണ്ടിട്ട് നമുക്ക് ആ സമയം പറയാൻ പറ്റും. ഞാനും പറയാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ സമയമില്ല പിന്നീട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ റെയറാണ്. ഇല്ലാന്ന് ഞാൻ പറയത്തില്ല, റെയറാണ്. അല്ല, പലപ്പോഴും ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗി, വളരെ സീരിയസ് ആയിട്ടുള്ള രോഗി, ഡോക്ടർ തന്നെ പറയുന്നു എല്ലാവരെയും വേണ്ടപ്പെട്ട ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം, എല്ലാവരെയും കണ്ടതിന് ശേഷം വീണ്ടും അവർ രോഗാവസ്ഥ മാറുകയും വീണ്ടും 4-5 വർഷം ജീവിച്ചിരിക്കുന്ന ആർക്കും പറയാൻ കഴിയും. പക്ഷേ അത് പറയാൻ പറ്റില്ല. ഡോക്ടർക്കും ഒരു ആഗ്രഹം കാണില്ലേ, എല്ലാവരും കണ്ടോട്ടെ, പോകുന്നെങ്കിൽ പൊക്കോട്ടെ, പോകുന്നെങ്കിൽ മുമ്പേ കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് ഡോക്ടർ മനസ്സിലും തോന്നിപ്പിക്കാം. തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടുന്ന അവരവരെ ഭാഗ്യത്തിൻ്റെ ഭാഗം, ആ ആയുസിൻ്റെ ദീർഘായുസുള്ളത് കൊണ്ടിട്ടാണ് സംഭവിക്കുന്നത്. അതിനെ നമുക്കൊന്നും കുറ്റമായി കാണാൻ നോക്കത്തില്ല. പക്ഷേ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പൂർണ്ണമായി രോഗം ഭേദമായി ആശുപത്രി വിട്ടു പോകുന്ന ആ ഗേറ്റ് കിടക്കുന്ന മരണം അങ്ങനെയാണ് എഴുതപ്പെട്ട ഡോക്ടർ കേസിനും എഴുതാൻ പറ്റും. പക്ഷേ എനിക്ക് ഡോക്ടേഴ്സിനോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. രേഖാശാസ്ത്രം കൂടെ ഒന്ന് മനസ്സിലാക്കി ജ്യോതിഷത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു രോഗിയെ ചികിത്സിക്കണോ വേണ്ടതെന്ന് പോലും തീരുമാനിക്കാൻ പറ്റും. അത്തരത്തിൽ കേട്ടിട്ടുണ്ട്. ഈ ആയുർവേദ ഡോക്ടേഴ്സ് പൊതുവെ സംസ്കൃതം പഠിക്കാറുണ്ട്. സംസ്കൃതമല്ല അതിൻ്റെ കാര്യം, സംസ്കൃതമല്ലേ ഭാഷയായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്കൃതം പഠിക്കുന്നതുകൊണ്ട് കുറച്ച് ജ്യോതിഷം അവർക്ക് വശമുണ്ട്. അങ്ങനെയല്ല, ജ്യോതിഷം ആയുർവേദ ഡോക്ടറിന്റെ ജ്യോതിഷത്തിലുള്ളതാണ്. ആയുർവേദത്തിന് ജ്യോതിഷമുണ്ട്. അതെ, പണ്ടുള്ള വ്യക്തികൾ എങ്ങനെയാ മരുന്ന് കഴിച്ചിരുന്നത്, ആ ജ്യോതിഷിയാണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ഇന്ന ഇലകളെല്ലാം എടുത്ത് കൂട്ടി സമം ചേർത്ത് അരച്ച് എന്ന് പറയുന്നത് ജ്യോതിഷികളാണ്. പണ്ടുള്ള മരുന്ന് ചികിത്സകൾ മൊത്തം ചെയ്തിരുന്നത് ജ്യോതിഷികളാണ്. കാര്യം ജ്യോതിഷ ശാസ്ത്രമാണ് ഏറ്റവും വലിയ ശാസ്ത്രം. ആ ജ്യോതിഷ ശാസ്ത്രത്തിൽ ആയുർവേദമുണ്ട്, അതുപോലെയുള്ള ശരീരശാസ്ത്രമുണ്ട്, എല്ലാം ജ്യോതിഷത്തിലുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് ഇന്ന് ആയുർവേദ ഇതിങ്ങനെ ഓരോന്നും നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേ പറയാം. ചാര് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ ശരീരം പൊള്ളും, ചിലർ പൊള്ളില്ല. എന്തുകൊണ്ട്? അതറിയില്ല. അവരെ പേരിനെയും നക്ഷത്രത്തെയും സ്വാധീനിച്ചിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് കയറാൻ പറ്റും, ചിലർ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം സയൻസാണ്. നമുക്ക് ഈ സമൂഹത്തിൽ ഇപ്പോഴും ആകർഷണ വികർഷണ ബലങ്ങൾ നിലനിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ അല്ല ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആയുർവേദത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം പറഞ്ഞാൽ പണ്ടുള്ളൊരു ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് വരാവുന്ന അസുഖങ്ങളെ കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ട് ഉപയോഗിക്കേണ്ട പച്ചമരുന്നുകളെ കൊടുക്കുന്നു. ആ പച്ചമരുന്ന് തന്നെയാണ് വാറ്റുമരുന്ന്, നീറ്റുമരുന്ന്, പൊടിമരുന്ന് പറഞ്ഞിട്ട് 3 വിധത്തിൽ നിന്നത്. കാര്യം വാറ്റി ഉണ്ടാക്കുന്നത് ഹോമിയോയും നീറ്റി ഉണ്ടാക്കുന്നത് ആയുർവേദവും പൊടിച്ചുണ്ടാക്കുന്ന അലോപ്പതി. ഇതേ സാധനം തന്നെയാണ് ഇന്ന് മരുന്നായിട്ട് വരുന്നത്. രോഗങ്ങൾ 3 വിധത്തിലാണ്: കഫക്കൂറ്, വാതക്കൂറ്, പിത്തക്കൂറ്. അപ്പോൾ ഈ 3 വിധത്തിലുള്ള രോഗങ്ങൾക്കും ഈ 3 വിധത്തിലുള്ള മരുന്നുകളാണ് കണ്ടെത്തിയിരുന്നത്. അന്ന് പണ്ട് ചെയ്തിരുന്നത് ജ്യോതിഷികളാണ് ഈ കൂറും കാര്യം കണ്ടെത്തിയിട്ടും ഈ മരുന്നിനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നത് ഡോക്ടേഴ്സായി. രണ്ടും ഫലത്തിലൊന്ന് തന്നെയാണ്. പക്ഷേ ഈ ഡോക്ടേഴ്സിൻ്റെ അത്രയും പഠിക്കേണ്ട ജ്യോതിഷത്തിൻ്റെ അത്രയും പഠിക്കേണ്ട ഡോക്ടേഴ്സിന് അവർക്ക് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ PG കാര്യങ്ങൾ അടുത്ത PG എടുത്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ജ്യോതിഷികൾ കുടുംബപരമായ വർഷാവർഷങ്ങളോളം പഠിച്ചു വരുന്നതാണ് ജ്യോതിഷികൾ. താങ്കളിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു പ്രശസ്തനായ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം അലോപ്പതിയും ആയുർവേദവും ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ സമീപിക്കുന്ന രോഗികളോട് അദ്ദേഹം ഗ്രഹനില ചോദിച്ചിരുന്നു. ആ ഗ്രഹനില ചോദിച്ചിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഒരു 6 മാസം മരുന്ന് കഴിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ താങ്കൾ ഈ പറയുമ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയുണ്ടായി. ഇന്നത്തെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ വിശദമായി തന്നെ ഉത്തരം നൽകിയിരിക്കുന്നു. ഇത് പ്രേക്ഷകർക്ക് പ്രയോജനപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.